ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ വ്ലോഗ്. അപ്പം ഞങ്ങൾ പുലർച്ചയ്ക്ക് തന്നെ എഴുന്നേറ്റ് കോഴിക്കോട് പോവുകയാണ്. മാളൂസും ആ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു തലേന്ന് രാത്രി വരെ. പക്ഷെ രാവിലെ അവൾ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഡ്രസ്സ് ചെയ്ത് വണ്ടിയിൽ എടുത്ത് കിടത്തിയതാണ് കേട്ടോ. പിന്നെ ഉമ്മച്ചിയാണ് ഞങ്ങളെ കൂടെ വരണേന്നുള്ളത് ഇപ്പോഴാണ് കൺഫേം ആയത്. അതുകൊണ്ട് തന്നെ മാളൂവിന് അറിയില്ലായിരുന്നു അത്. എനിക്ക് സമാധാനം, ഞാൻ ഉറങ്ങിട്ട് ഞങ്ങളൊക്കെ ഉറക്കത്തിന് വേണ്ടിട്ട് ഇറങ്ങി ഓടിയതാ. ഗൈസ് ഞാൻ ഉറങ്ങിയായിരുന്നു. മൂവിക്കൊക്കെ പെട്ടെന്ന് സീനറി കണ്ടിട്ട് വിളിച്ചതാണ്. നല്ല രസമുണ്ട് ഇവിടുത്തെ കാണാന്. നിങ്ങളിത് കാണുന്നുണ്ടോ? അപ്പൊ ഇതൊന്ന് ഇറങ്ങി വീഡിയോ എടുക്കാന്ന് കരുതി ഞാന്. ഇത്രയും നല്ല വ്യൂ കണ്ടിട്ട് എങ്ങനെ നമ്മൾ ഇറങ്ങാതിരിക്കും? കുറച്ചുകൂടെ നേരത്തെ ആണെങ്കിൽ ഈ കോട ഫുള്ള് നിക്കുവായിരുന്നു. നമ്മള് മേഘത്തിന്റെ മുകളിൽ നിക്കുന്ന പോലെ ഉണ്ടാവായിരുന്നു. അതുണ്ടോ? ആകാശത്ത് മുട്ടി നിക്കുന്ന പോലെ ഉണ്ട് അവിടെ. ആകാശം പോലെ തന്നെ നമ്മൾ ആകാശത്ത് നിക്കുന്ന പോലെ ഉണ്ട്. അതെന്ത് ഭംഗിയല്ലേ കാണാന്. എന്ത് രസാ പള്ളി കാണാന്. പുതിയ ഷൂ ഇട്ട് പറഞ്ഞിട്ട് വെള്ളത്തിൽ കൂടി ചവിട്ടുന്നില്ല, ചളിയാവുന്ന വിചാരിച്ചിട്ട്. അത് ഞാൻ തന്നെ ആക്കും മിക്കവാറും. ഞങ്ങൾ അങ്ങനെ ഇന്ന് കൊച്ചിയിൽ കറങ്ങുന്നതിന് പകരം താഴേക്കാ കൊച്ചിയില് ഇപ്പം അല്ല പറയാൻ വന്നത് അതല്ല. കൊച്ചിയില് ലുലുവില് പോയി നിങ്ങൾക്ക് മതിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോടത്ത് ലുലു കാണിച്ചുതരാൻ വിചാരിച്ചു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാലിക്കറ്റ് ലുലുവിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എസ്കലേറ്റർ താഴേക്ക് വരുന്നതില് താഴേക്ക് വരുന്നതില് മുകളിലേക്ക് പോകാൻ വേണ്ടിട്ട് പോയി. മറ്റേ ലുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചിത്തെ ലുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്കറിയാം. നോക്കവിടെ കണ്ടോ മാള് കുരുത്തക്കേട്. അതൊക്കെ ഫുട്ബോൾ പ്ലേയേഴ്സ് കിടക്കുന്നുണ്ട് അവിടെ. വാവ്. ഷൂ വേണ്ടെങ്കിൽ കണ്ട് പ്രോട്ടീൻ പൗഡർ ഉണ്ട്. ഓക്കെ, ഇതാ മസാജ് ചെയർ ഉണ്ട്. അതല്ല എനിക്ക് വേണം പറഞ്ഞ. എന്നാ ഞാൻ ഹൈപ്പറിലും പോട്ടെ. മാള് എങ്ങോട്ടാ? മാള് പാർക്കിലേക്ക്. ഉമ്മച്ചി എങ്ങോട്ടാ? എവിടെ പോവാനോ? ഞാൻ ഹൈപ്പറിൽ പോവാണ്. ഇവള് പാർക്കില് മുബി പ്രോട്ടീൻ പൗഡറിൽ ഇത് വാങ്ങിക്കാന്, അല്ലെങ്കിൽ മസാജ് ചെയറിൽ ചെരുപ്പ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ. എന്നുവെച്ചാൽ ഞങ്ങള് രാവിലെ ഇവിടെ എത്തി. സമയം എത്രയാ? എന്താ ഫുള്ള് ഇരുട്ടായിരിക്കും. സമയം എത്രയാ? സമയം 11 മണി. സോ രാവിലെ 11 മണിയായപ്പോൾ എത്തി. അതുകൊണ്ട് തോന്നുന്നു വലിയ തിരക്കൊന്നുമില്ലാത്ത മൂവി അങ്ങനെ കാണാനല്ല. കണ്ടുപിടിക്കട്ടെ. നമ്മളെങ്ങോട്ടാ? ഹൈപ്പറില്ല. ഫസ്റ്റ് എന്തെങ്കിലും കഴിക്കണം ഗൈസ്, എന്നിട്ട് വേണം നമുക്ക് ബാക്കി. ഓക്കെ, മൊബിക്കാക്ക ലേഡീസ് ടോയ്ലറ്റിലേക്ക് ഞങ്ങളെ കൂടെ വരാൻ നിൽക്കുന്നു. പടി കിട്ടിയേനെ വാ രാവിലെ തന്നെ. നമുക്ക് ഹൈപ്പറിൽ ഒന്നും പോയേക്കാം. ബാ ഗൈസ്, നമ്മൾ ഫസ്റ്റ് തന്നെ ഹൈപ്പറിൽ പോവാണ്. ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹൈപ്പർ കേട്ടോ. രാവിലെ തിരക്കില്ലാത്തോണ്ട് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റി. നോക്കട്ടെ, മിനി വിളിക്കുന്നുണ്ട്. മിനി നമ്മളെ വീട്ടിലേക്ക് പോവാന്നാ പറഞ്ഞേ, മാളൂസിന്റെ കൂടെ കളിക്കാൻ. ഗൈസ്, ഞങ്ങൾ ഫ്രൈഡ് റൈസും നൂഡിൽസും വാങ്ങിക്കാന്ന് വിചാരിച്ചു. കുറച്ച് നമ്മളെല്ലാം കുറച്ച് വാങ്ങിച്ചിട്ട് ഒരു വലിയ സദ്യയാക്കാം നമുക്ക്, അല്ലേ? എന്തൊക്കെയാ സാധനം വാങ്ങിയ? എന്തൊക്കെ വാങ്ങി നീ? കഴിച്ച് കണ്ടാ മതി. ഷാനുവിന് ഇഷ്ടമല്ലാത്ത സാധനം ഇപ്പൊ അവളെ ഫേവറേറ്റ് ആയി.
കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണുള്ളൂ ഞങ്ങള്. ഇഷ്ടം കഴിച്ചും കൊണ്ട് നമുക്ക് ആളെ തിരഞ്ഞു പിടിക്കാം, ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ. നല്ല വലുപ്പമുണ്ട് കേട്ടോ ഗൈസ്. ആ ഓക്കെ, എന്നാ കഴിക്കു വേഗം. മളു വിശക്കണ്ട? മളുസിന് വിശന്ന് ഗൈസ്. 10 മണിയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ബ്രഞ്ചാക്കി. ഇന്ന് നമ്മൾ ബ്രഞ്ചാണ് കഴിക്കുന്നത് കേട്ടമ്മ. അത് ഈവനിങ്. കൊള്ളാം. ഗായ്സ്, അപ്പം നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ആക്ച്വലി ബ്രഞ്ച് കഴിച്ചു നമ്മൾ. ഇനി എങ്ങോട്ടാണ് മുബിക്കാക്ക? ഞാൻ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് കുറച്ച് നേരം ഉറങ്ങും. മസാജ് ചെയർ ആണോ നിന്റെ ലക്ഷ്യം? മസാജ് ചെയറിന് എവിടെ പഞ്ചൂരയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടോ നോക്കാതെ. പാർക്ക് ഗെയിം. ലെറ്റ്സ് സീ. ഈവനിങ് വരെ നമുക്കിവിടെ സമയമുണ്ട്. സോ നമുക്ക് ഈവനിങ് വരെ നമുക്ക് സമയമുണ്ട്. നമുക്ക് എല്ലായിടത്തും പോവാം. കാലിക്കറ്റ് ലുലു, ബീച്ച് പോണല്ലോ. അപ്പൊ ഈവനിങ് ആവണല്ലോ. അങ്ങനെ ഈവനിങ് ആവണ്ട. ഞാൻ രാത്രി ഞങ്ങൾ കൊച്ചിയിൽ പോവാണ്. അപ്പോൾ വണ്ടി ഓടിക്കുന്നത് ഓവർ നൈറ്റ് ആണെങ്കിലും ഞാൻ കയറും കേട്ടോ. ഓക്കെ ഗൈസ്, അമ്മ മസാജ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. ഞാനും വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. മസാജ് ചെയ്യുന്നില്ല, കുട്ടികൾക്ക് മസാജ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. എന്താ മൂവി കണ്ണടയൊക്കെ ഇട്ടിരിക്കുന്നു? നല്ലതല്ലേ? ഇതുണ്ടോ, വേൾഡ് കപ്പ് നടക്കുന്നതുകൊണ്ട് ഇവിടെ ഫുള്ള് പ്ലെയേഴ്സിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നൈസായിട്ടുണ്ട്. താഴെ നോക്കുമ്പോൾ ഇവരിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പോലെ ഉണ്ട് അല്ലേ അമ്മ? മാളിയുടെ എന്നാ നമ്മൾ പുറകെണ്ടെന്നുള്ള വിശ്വാസത്തിൽ പോവാ തോന്നണം അവര്. എന്തമ്മ എന്താ അവിടെ മെസ്സിനെയൊക്കെ തൂക്കിയിട്ട് ഇവിടെ ആയിരുന്നു എന്നാണ് മെസ്സി ചോദിക്കുന്നത്. എവിടുന്നോ ഉമ്മ എന്നുള്ളൊരു വിളി കേൾക്കുന്നുണ്ട്. എന്താ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. ഒരു ട്രോളി ഫുള്ള് പാക്കാക്കി നിൽക്കുക. ഹലോ കിറ്റി ഇല്ലേ ഓൾറെഡി? ഇതെടുത്താ എലിയല്ലേ ഇത്? എന്തത്? ഗിനിപ്പന്നീനെ പോലെ. അല്ലെങ്കിൽ ആ സ്റ്റിക്കർ വേണോ? ഇത് ഹലോ കിറ്റി അല്ലേ? ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ. സ്റ്റിക്കർ നോക്കട്ടെ. വെമ്മച്ചി കണ്ടില്ല ഇവളൊരു ട്രോളി ഫുള്ള് ഫില്ലാക്കി. എന്നിട്ടോ ട്രോളി ഫുള്ള് നിറച്ച് നിക്കുക. ആ ഇത് തിന്നാനില്ലേ? അല്ല വണ്ടി കയറുമ്പോ കഴിച്ചോളാം. എനിക്ക് ഇഷ്ടമുണ്ട്. ഇത് രസമുണ്ടല്ലോ. സ്റ്റിക്കർ വെറൈറ്റി ആയി. ഇഷ്ടമായി കുഞ്ഞിന്? അതന്നെ ആ ഒരു വെറൈറ്റി പറിച്ചിട്ട് കളർ അടിക്കുന്ന സ്റ്റിക്കർ. മളുവിന് ഇഷ്ടമായോ? ഫുള്ള് സ്ക്രാച്ച് ചെയ്തളേ. നൈസ് സാധനം. ബാക്കിൽ കുറേ വേറെ പിക്ചേഴ്സ് ഉണ്ട്. എല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ ഗൈസ് ഞങ്ങള് സുഷി ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈം. ഇങ്ങനെ ചോറ് എല്ലാരും കഴിച്ചു. നമ്മളാണ് ലാസ്റ്റ് വരുന്നത് കഴിക്കാൻ. ഇപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ച്. പക്ഷെ അപ്പോഴാണ് ഞാൻ ഇവിടെ ഈ ഷോപ്പ് കണ്ടത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ നിർത്തി. എന്നുവെച്ച് രാവിലത്തെ ചായ കുടിക്കാത്ത വിഷമത്തിലാണ് ഗൈസ്. സുഷി തിന്നിട്ട് ഇപ്പം എനിക്ക് ചീത്ത കേക്ക് വരെയൊക്കെ എടുത്തുനിന്ന് നമുക്ക് നോക്കാം. നല്ല മസാല ദോശയും ചായയും കുടിച്ചാലുള്ള ഒരു സുഖം വേറെ. ഉച്ചയ്ക്ക് നല്ല നാടൻ ചോറും മീനും. ഇന്ന് ഞങ്ങൾ ബ്രഞ്ച കഴിച്ചു. അതിൽ തന്നെ ഈ നൂഡിൽസ് ബാക്കിയുണ്ട്. ഇനി നമുക്ക് സുഷി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അത് വന്നിട്ട് ഞാൻ കാണിച്ചുതരാം. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. എനിവേ നമുക്ക് നോക്കാം. കഴിച്ചവരൊന്നും അങ്ങനെ ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ഇത് നിലത്ത് വീഴും. എനിക്കിത് പിടിക്കാൻ അറിയില്ല.
എടുക്കാത് ഞാൻ പറഞ്ഞില്ലേ എല്ലാം വാരിക്കൊരു ഒഴിക്കുന്നുണ്ട് അവള്. അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ചെലപ്പോ അങ്ങനെ കഴിക്കാൻ പറ്റില്ല നമ്മള്. ആ തിന്ന് നിങ്ങളിത് കാണുക. ഏതോ വീട്ടിൽ അപ്പൊ കൈ കൊണ്ട് തിന്നണം. എന്താ അയ്യേ അങ്ങനെ തന്നെ. അത് മാളൊന്നും പറ്റിയേ വേണ്ടേ? മിജ് കഴിച്ചോക്ക്. മിജ് കഴിച്ചോക്ക്. കഴിച്ചോക്ക്. ഓരോന്ന് ആ ബീച്ച് പോയിട്ട് എന്തൊക്കെ കഴിക്കാൻ എല്ലാം കളഞ്ഞു. മുണുങ്ങ് ആ എക്സ്പ്രഷനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ നോക്കുന്നു. അത് അപ്പാൻ്റെ അടുത്ത് വായിലിട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അഭിപ്രായം ഞാനായിട്ട് പറയണമെന്നില്ലല്ലോ അല്ലേ. അങ്ങനെ മോളിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞാൻ ഒരു ആംഗ്ലറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ഗായ്സ്, അപ്പോൾ നമ്മൾ ലുലുന്ന് ഇറങ്ങി ഇപ്പോൾ ബീച്ചിലേക്ക് പോവാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. കുറേ ആയി കാലിക്കറ്റ് ബീച്ചിൽ വന്നിട്ട്. നമുക്ക് കാണാം. കോഴിക്കോട് ബീച്ചിൽ പോവാം. മാളു കടലെത്തി മാളു. ഗായ്സ്, ഞങ്ങളങ്ങനെ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഗായ്സ്, അപ്പം ഞാൻ കടലിൽ നനയാൻ പോവാണ്. എനിക്കെന്തോ ഷാൻ എടുത്തിട്ട് ഇങ്ങോട്ട് വാ. എന്താണ് അറ്റമില്ലാത്ത കടല് നോക്ക്. ഗായ്സ്, ഞങ്ങളങ്ങനെ കടലിൽ നിന്ന് കയറി നനഞ്ഞ് കുളിച്ച് എന്നിട്ട് ഇപ്പൊ കല്ലുമ്മക്കായ തെരഞ്ഞു പോവാണ്. കല്ലുമ്മക്കായ കിട്ടുമോ? മഴ പെയ്തല്ലോ. മൊബി ഇവിടെ വന്നിക്ക്. കിട്ടില്ലേ മാളു? അങ്ങോട്ടേക്ക് അമ്മേന്റെ അമ്മേന്റെ അടുത്ത് അവിടൊക്കെ. ഒരു ചായയും കൂടെ എടുക്കും. എന്തൊക്കെ തിന്നാലും ഓർമ്മയുണ്ട് എനിക്ക്. എല്ലാം കഴിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കടികളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ മീനങ്ങാടി എത്തി. ഇനിയിപ്പോൾ കുറച്ച് നേരം യാത്ര പറയണം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എറണാകുളത്തേക്ക് പോവുക. നൈറ്റ് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പം നൈറ്റ് തന്നെ എറണാകുളത്തേക്കും പോകും. ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. പാട്ട് നീ വാന്ന് ഞാൻ എന്തായാലും നോക്കിട്ട്.
മടിയാണ്, ക്യാമറക്ക് മടിയാണ്, അതാണ് വരാത്തത്. ഗായ്സ്, അപ്പൊ നമ്മള് തിരിച്ച് എറണാകുളത്തേക്ക് പോവാണ്. ഇനി പിന്നെയും ഞങ്ങള് എറണാകുളത്ത് വ്ലോഗ്സ് ആയിട്ട് വരാം. സോ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് ബൈ പറയാണ്. ബൈ പറ ഫൈഹ. സോ ബൈ ബൈ ഫ്രം Maluti's vlog.